40 ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലം, അത് കഴിഞ്ഞാൽ മറന്നുപോയില്ലേ? എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും പലരും മരിച്ചു പോയിട്ടില്ലേ? നമ്മൾ എത്ര ദിവസം ഓർക്കാറുണ്ട് അവരെ കുറിച്ച്? നമ്മൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഉണ്ടാകൂ. അതുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കേണ്ട എന്റെ സഹോദര, ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോശപ്പെട്ട നല്ല മനുഷ്യനാണ് മരണപ്പെടാൻ പോകുന്നതെങ്കിൽ പ്രകാശിതമായ രീതിയിലാണ് മലക്കുകൾ അയാളുടെ മുമ്പിൽ വന്നിരിക്കുക. നല്ല രൂപത്തിലാണ്. അസ്രായീൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്തുണ്ടാകും. വന്നുകൊണ്ട് ഈ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിനോട് പറയുമത്രേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നീ പുറപ്പെടുക എന്ന് പറയും. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ഏത് കൂട്ടത്തിലാണ്. ആരോടും ചോദിക്കണ്ട, സതേ ഞാൻ ഏത് കൂട്ടത്തിലാവും, ആരോടും ചോദിക്കണ്ട. നിങ്ങളോട് വഅദ് പറയുന്ന സാധുവായ എനിക്ക് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാകും ഞാൻ ഏത് കൂട്ടത്തിലാണെന്ന്. അല്ലാഹുവേ, രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. എല്ലാവരും മരിച്ചപ്പോ അവരെയൊക്കെ ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. എന്നിട്ട് എല്ലാവരും തിരിച്ചു പോന്നു. പിന്നെ ആരും അവരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ ആ മീസാൻ കല്ല് ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇതാരുടെ ഖബറാൻ? പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ പോലും ജീവിച്ചില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ പോലും ജീവിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവിനോട് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം പറയുമത്രേ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് വരിക. ആ സമയത്ത് വെണ്ണയിൽ നിന്ന് നൂല് പുറത്തു വരുന്ന പോലെ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവത പുറത്തു വരികയാണ്. മുഅ്മിനായ മനുഷ്യൻ ആ സമയത്ത് മരണവേദന അറിയില്ല എന്നാണ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല ആ സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കത്രേ. മോശപ്പെട്ട മനുഷ്യനാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ ആദ്യം സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോഴാ ഇബ്ലീസ് പറയാ, നിന്റെ വിശ്വാസത്തിൽ തന്നെ നീ നിലങ്കൃതിയായിരുന്നോ, നിനക്കതിന് പകരമായുള്ളതാണ് ഈ സ്വർഗം. അപ്പോഴാണ് പെട്ടെന്ന് റൂഹ് തൊണ്ടൻകുയിലത്തിനോട് അനുബന്ധമായി ഇവനെ നരകത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ തൗബ സ്വീകരിക്കപ്പെടില്ല, അവൻ വെപ്രാളപ്പെട്ടു പോവുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനായ മനുഷ്യനാണെങ്കിലോ ആദ്യം അയാൾക്ക് നരകത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും, അപ്പൊ അയാൾ ബേജാറാകും. പിന്നെയാണ് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക, അപ്പൊ അയാൾ സന്തോഷിക്കും. ഈ നരകത്തിൽ നിന്നാണ് നീ സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടത് എന്നാണ് അതിന്റെ. അയാൾക്ക് അങ്ങനെ സന്തോഷം വർദ്ധിക്കുവാനാണ് ആദ്യം നരകത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. സ്വർഗത്തിന്റെ ഫോട്ടോ കാണുമ്പോഴും മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സുന്ദരമായ രൂപം കാണുമ്പോഴും മരണത്തിന്റെ വേദന മുഅ്മിനായ മനുഷ്യൻ മറന്നു പോവുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല മരണത്തിന്റെ ലക്ഷണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന്റെ സമയത്ത് നെറ്റിത്തടം വിയർക്കുക എന്നത് നല്ല ലക്ഷണമാണ്. അതേപോലെ മരണപ്പെട്ടയാൾ അയാൾക്ക് സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ല ലക്ഷണമാണത്രേ. നല്ല മരണമാണ് എന്നതിന്റെ ലക്ഷണമാണ്. എന്താ കാരണം? ഒരാൾ സ്ഖലിക്കുന്നത് സ്വർഗത്തിന്റെ ഫോട്ടോ കാണുമ്പോ സ്വർഗത്തിലെ തന്റെ ഹോർലിങ്ങളെ കാണും. കാരണം എന്താ? അള്ളാഹുവിനെ പേടിച്ചിട്ട് അയാൾ തന്റെ കണ്ണുകൊണ്ടൊരു ഹറാമിലേക്ക് അയാൾ നോക്കിയിട്ടില്ല. കേട്ടോളൂ എന്റെ സഹോദര, എന്റെ പ്രിയപ്പെട്ട യുവാവേ, കേട്ടോളൂ. രാജാതിരാജനായ റബ്ബിനെ പേടിച്ചിട്ട് തന്റെ കണ്ടുകൊണ്ട് അയാൾ ഒരു ഹറാമ കണ്ടിട്ടില്ല. നടുറോട്ടിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടി അയാൾ നോക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, തന്റെ കണ്ണുകൊണ്ടൊരു ഹറാം അവൾ കണ്ടിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവൾ സംസാരിച്ചിട്ടില്ല. ആ കണ്ണുകൊണ്ട് സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ കാണുകയാണ്, സ്വർഗത്തിലെ ഹോർലിങ്ങളെ കാണുകയാണ്. ആ സമയത്ത് അവരെല്ലാം ഘട്ടരായിട്ട് പുരുഷന്മാർക്ക് സ്ഖലനം സംഭവിക്കുമെന്ന്, അങ്ങനെ സ്ഖലനം സംഭവിച്ചാൽ അത് നല്ല മരണമാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ തൃപ്തിക്കാൻ. അല്ലാഹുവേ, അവസാനം നന്നായി കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. പടച്ച റബ്ബേ, നിന്റെ ദീൻ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടല്ല ഇത്. റബ്ബേ, നിന്റെ ദീൻ പറഞ്ഞ് പണം ഉണ്ടാക്കാനല്ല, ഏതെങ്കിലും അകന്നു പോയൊരു മനസ്സിനെ അടുപ്പിച്ചു കൊണ്ടുവരാൻ. റബ്ബേ, ഈ നാവ് ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ സാക്ഷിയാകാൻ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഏതായി മനുഷ്യന്റെ ആത്മാവ് പുറത്തങ്ങ് വരുന്നു. ഈ മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഈ ആത്മാവ് പിടിച്ചിട്ട് ഈ നല്ല ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടങ്ങളുണ്ട്, മലക്കുകളുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. മലക്കുകൾ ഈ ആത്മാവുമായി ആകാശത്തിലേക്ക് മേൽപോട്ട് ഉയരുകയാണ്. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലും. മലക്കുകൾ നല്ല മനുഷ്യന്റെ
ആത്മാവായിട്ടാണ് പോകുമ്പോൾ തന്നെ ഭൂമിയിൽ എന്തെന്നില്ലാത്ത പരിമളം ഉണ്ടാവുന്ന റസൂലുള്ള പറയുന്നു. മാത്രമല്ല ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരയുമത്രേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല മനുഷ്യന്മാർ മരിച്ചാൽ ഒരു പ്രത്യേക കാലാവസ്ഥയാണല്ലോ. ടിപ്പു സുൽത്താൻ ചില ആളുകൾ വർഗീയവാദിയായി പരിചയപ്പെടുത്തുന്നയാളാണ്. അള്ളാഹുവിന്റെ ആരിഫായിരുന്ന മഹാനവരകൾ വലിയായിരുന്ന ഭീകരവാദിയായിരുന്നില്ല. അതിനേറ്റവും വലിയ തെളിവ് കാസർഗോട്ടുണ്ട്. കാസർഗോട്ട് മഹാനവരകളുടെ കോട്ടയിൽ പോയി നോക്കിയാൽ കാണാം. കോട്ടയിലേക്ക് കിടക്കുന്ന പ്രവേശന കവാടത്തിൽ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു അമ്പലം നിർമ്മിച്ചതായി കാണാൻ കഴിയും. മഹാനായ ടിപ്പു സുൽത്താൻ അള്ളാഹുവിന്റെ ആരിഫായിരുന്നു. മഹാനവരകൾ കൊല്ലപ്പെട്ട ദിവസം അതിശക്തമായ മിന്നലുണ്ടായി, ഇടിയുണ്ടായി, പ്രകൃതി വരെ ക്ഷമിച്ചുപോയി. ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരയുമെന്നാണ് ഹദീസുകളിലുള്ളത്. അള്ളാഹു നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലെത്തും. മലക്കുകളോട് കവാടം തുറക്കാൻ ആവശ്യപ്പെടും. മലക്കുകൾ ചോദിക്കും, അത്ര ഇതാരുടെ റൂഹാൻ? ഭൂമിയിൽ വെച്ച് പരിചയപ്പെടുത്തപ്പെടുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് പരിചയപ്പെടുത്തപ്പെടും. ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടും. അങ്ങനെ രണ്ടാം ആകാശം, മൂന്നാം ആകാശം, 7 ആകാശങ്ങളും കടന്ന് മേൽപോട്ടെത്തുകയാണ്. അപ്പോഴതാ അവിടുന്ന് പറയപ്പെടുകയാണ്, അശരീരി കേൾക്കുന്നു, കിതാബ അബ്ദി ഫി ഇല്ലയീൻ വർജിഊഹു ഇല ദുനിയ ഫഇന്നി ഖലഖതുഹാ منها وفيها أعيده ومنها أخرجه تارة أخرى. അവിടുന്ന് പറയപ്പെടുന്നു, എന്റെ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലീൻ രേഖപ്പെടുത്തണം. അവനെ നിങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുക. ഭൂമിയിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. ഭൂമിയിലേക്ക് തന്നെ ഒന്നുകൂടെ ഞാൻ അവനെ അടക്കും. വീണ്ടും ഞാൻ ഭൂമിയിൽ നിന്ന് തന്നെ അവനെ എഴുന്നേൽപ്പിക്കും. ഈ അശരീരി കേൾക്കുമ്പോൾ അപ്പോഴാണ് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അയാളെ കുളിപ്പിച്ച് കഫം ചെയ്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സ്വഹാബികളുടെയും ഖബറടക്കലിൽ പങ്കെടുത്തപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. സഹാബ, ഇന്ന സ്വഹാബിയുടെ മയ്യിത്ത് ഖബറടക്കുമ്പോൾ ഇത്ര മലക്കുകൾ ഉണ്ടായിരുന്നുവെന്ന്. നല്ല മനുഷ്യരാണെങ്കിൽ മുഅ്മിനീങ്ങളുടെയും മലക്കുകളുടെയും സാന്നിധ്യത്തിലതാ അയാളെ ഖബറടക്കുകയാണ്. ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചിട്ട് മേലെ മൂടുകല്ലെടുത്ത് വെക്കുകയാണ്. 3 പടി മണ്ണ് വാരുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. അങ്ങനെ അതാ തിരിച്ചു പോരുകയാണ്. ഇതാണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മരണമാകുന്ന, മരണത്തിന് ശേഷമുള്ള ഖബറാകുന്ന ലോകത്തേക്കുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഖബർ ഇന്ന് നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് മാത്രമല്ല, 11 ദിവസവും വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായാണ് നമ്മുടെ വഅദ് എന്നതുകൊണ്ടും ഖബറിലേക്ക് ഞാൻ കിടക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. ഇതാലോചിച്ചത് കൊണ്ടാണ് ഒരുപാട് മഹാന്മാരായ ആളുകൾ എത്രത്തോളം എന്നറിയോ, ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട്, ഭൗതികമായ സുഖാഡംബരങ്ങൾ വെടിഞ്ഞുകൊണ്ട് അവർ ജീവിതം ത്യജിച്ചു പോയത് കൊണ്ടായിരുന്നു. എല്ലാം ചിന്തിച്ചു. വേറെ ചില ആളുകൾ ചിന്തിച്ചു മെന്റലായവർക്ക്, ഭ്രാന്തായവർക്ക് ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തലഖു ദുനിയ വഖാഫുൽ ഫിതനാ അലറു ഫീഹാ വലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ റുജ്ജതൻ ഫത്തഖദു സലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. അല്ലാഹുവിനെ ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ, അല്ലാഹുവിനെ ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതനാ, അവർ ദുനിയാവിന്റെ എല്ലാ സുഖാഡംബരങ്ങളും വേണ്ടെന്ന് വെച്ചു. വഖാഫുൽ ഫിതനാ, നാളെ വരാൻ പോകുന്ന ഭീകരമായ രംഗങ്ങൾ അവർ ഓർത്തു വന്നിട്ട് ദുനിയാവിന്റെ എല്ലാ സുഖാഡംബരങ്ങളും അവർ മാറ്റിവെച്ചു. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നറിയുമോ? നളറൂ ഫീഹാ വലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ, അവർ ഐഹികമായ ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ശാശ്വതമായി ജീവിക്കാനുള്ള വീടല്ല, ശാശ്വതമായി ജീവിക്കാനുള്ള വീട് ആഖിറമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു എന്നറിയുമോ? ജഅലൂഹാ ലുജ്ജതൻ ഫത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. അപ്പോൾ അവർ സർവ്വസമയത്തും സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഖബറിലെ ജീവിതത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടി അവർ തയ്യാറായി. ഇത് റബീഉൽ ആഖിർ മാസമാണല്ലോ. മഹാനായ ശൈഖ് അബ്ദുൽ